2019 ഫെബ്രുവരി 26 പുലർച്ചെ 3 മണി. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തുൻഖ്വ പ്രവിശ്യയിലെ ബാലാകോട്ട് മലനിരകൾ. ഇരുട്ട് ഭൂമിയെ മുഴുവനായി വിഴുങ്ങിയിരുന്ന സമയം. മനുഷ്യർ ഉറക്കത്തിലായിരുന്നു, പക്ഷേ ആകാശമുണർന്നിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ മിറാജ് 2000 യുദ്ധവിമാനങ്ങൾ ശബ്ദമില്ലാതെ അതിർത്തി കടന്ന് നീങ്ങിക്കൊണ്ടിരുന്നു. അതൊരു സാധാരണ സൈനിക നീക്കമല്ലായിരുന്നു, അതൊരു മറുപടിയായിരുന്നു. പുൽവാമയിലെ രക്തസാക്ഷികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു ശബ്ദമില്ലാത്ത പ്രതികാരം. ഫെബ്രുവരി 14 ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ സ്ഫോടനത്തിന്റെ ചൂട് മണ്ണിൽ ചേർന്നപ്പോൾ 40-ലധികം CRPF സേനാംഗങ്ങൾ മരണത്തിന് കീഴടങ്ങി. ആ ആക്രമണം ഇന്ത്യയുടെ ആത്മാവിനെ തകർത്തു. ന്യൂഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളിൽ നരേന്ദ്രമോദിയുടെ മുഖത്ത് കാണപ്പെട്ടത് വേദനയല്ലാതെ മറ്റൊന്നുമല്ലായിരുന്നു. അതൊരു കണക്കുകൂട്ടലിന്റെ തുടക്കമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം നിന്നത് അജിത് ഡോവൽ, ശബ്ദമില്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാൾ. ലോകം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഒരു പുതിയ ഭാഷയിൽ സംസാരിക്കാൻ തയ്യാറായി. ആ ഭാഷ ശക്തിയുടേതായിരുന്നു. പുലർച്ചെ സമയം 3:28. ബാലാകോട്ട് മലനിരകളുടെ മുകളിലൂടെ പറന്ന മിറാജ് 2000 വിമാനങ്ങൾ ലക്ഷ്യത്തെ ലോക്ക് ചെയ്തു. ലേസർ ഗൈഡഡ് ബോംബുകൾ ഒരു നിമിഷത്തിനുള്ളിൽ ഇരുട്ടിനെ കീറി ഭൂമിയിലേക്ക് വീണു. ആ പ്രഹരം ശബ്ദമുണ്ടാക്കുന്നതിനു മുൻപ് തന്നെ ചരിത്രം മാറ്റിയെഴുതി. ഇതൊരു അതിർത്തി ആക്രമണം മാത്രമല്ലായിരുന്നു, അതൊരു സന്ദേശമായിരുന്നു. ഭീകരതയുടെ ഉറവിടം എവിടെയായാലും അതിനെ തേടിയെത്തുമെന്ന സന്ദേശം. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിൽ അലാറങ്ങൾ മുഴങ്ങുമ്പോൾ അവരുടെ കമാൻഡ് സിസ്റ്റങ്ങൾ ആശയക്കുഴപ്പത്തിൽ മുങ്ങി. പ്രതികാരം അനിവാര്യമായിരുന്നു. ഫെബ്രുവരി 27 പാകിസ്ഥാൻ വ്യോമസേന അതിർത്തിയിലേക്ക് നീങ്ങി. ആകാശം യുദ്ധഭൂമിയായി മാറി. ആ യുദ്ധത്തിന്റെ നടുവിൽ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ തന്റെ MiG-21 ബൈസൺ വിമാനത്തിൽ ശത്രുവിനെ നേരിട്ടു. റീഡാറുകൾ, മിസൈലുകൾ, സ്പീഡ് എല്ലാം ഒരുമിച്ചപ്പോൾ ഒരു നിമിഷം മാത്രം മതിയായിരുന്നു. അദ്ദേഹത്തിന്റെ വിമാനം വെടിയേറ്റു തകർന്ന് അതിർത്തിക്കപ്പുറം പാകിസ്ഥാൻ മണ്ണിൽ പതിച്ചപ്പോൾ ഇന്ത്യയുടെ ശ്വാസം നിശ്ചലമായി. അടുത്ത മണിക്കൂറുകൾ ലോകം മുഴുവൻ കണ്ടത് ഒരു മനുഷ്യന്റെ ശാന്തതയായിരുന്നു. തടവിലായിട്ടും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഭയം കാണപ്പെട്ടില്ല. അത് ഒരു സൈനികന്റെ വിശ്വാസമായിരുന്നു. രാജ്യം പിന്നിൽ നിൽക്കുന്നു എന്ന ഉറപ്പ്. ന്യൂഡൽഹിയിൽ സമ്മർദ്ദമുയർന്നു. അന്താരാഷ്ട്ര രാഷ്ട്രീയ വേദികളിൽ അമേരിക്ക മുതൽ റഷ്യ വരെ എല്ലാം ഈ സംഘർഷത്തെ നിരീക്ഷിച്ചു. എന്നാൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമായിരുന്നു. ഇത് യുദ്ധമല്ല, പക്ഷേ ഇതൊരു മുന്നറിയിപ്പാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അഭിനന്ദൻ ഇന്ത്യയിലേക്ക് മടങ്ങി. അത് ഒരു മനുഷ്യന്റെ തിരിച്ചുവരവ് മാത്രമായിരുന്നില്ല, അത് ഒരു രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ തിരിച്ചുവരവായിരുന്നു. ബാലാകോട്ട് എയർ സ്ട്രൈക്ക് ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിൽ ഒരു തിരിഞ്ഞുനോട്ടമായി മാറി. ആ രാത്രി 3 മണിക്ക് ആരംഭിച്ച ആ ദൗത്യം ഒരു സന്ദേശം ലോകത്തിനു നൽകി. ശാന്തത ആഗ്രഹിക്കുന്ന രാജ്യമാണ്, പക്ഷേ ആവശ്യം വന്നാൽ ആകാശം തന്നെ ആയുധമാക്കും. എയർ പവർ, ദി ആൻസർ.